ശില്പ ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആ, അവളുടെ വീട്ടിലൊരു മൊബൈൽ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അതിലൊന്ന് വിളിച്ചു നോക്കിയാലോ? 1 വർഷം കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലേ നിങ്ങൾ പിരിഞ്ഞത്. എന്നിട്ട് ശില്പയുടെ വിശേഷം അന്വേഷിക്കാൻ നീ വീട്ടിൽ വിളിച്ച അതോടെ ബെറ്റില് നീ തോറ്റില്ലേ? അതും നേരാ. എന്നാലും അവക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി കാണുമെന്ന് എനിക്കൊരു പേടി. അങ്ങനെയാണെങ്കിലേ ശില്പയുടെ വേറെ ഏതോ ഫ്രണ്ടാണെന്ന മട്ടില് ഞാൻ സംസാരിച്ചാലോ? അതുകൊള്ളാം. എങ്കിലേ ഞാൻ ഡയൽ ചെയ്തുതരാം. ചേച്ചി വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിലിട്. അപ്പൊ എനിക്കും കേൾക്കാമല്ലോ. കൂട്ടുകാരിക്ക് പറ്റിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞ വിശ്വാസമില്ല, നേരിട്ട് കേൾക്കണം. നീ ഡയലി. പിന്നെ ഫോൺ എടുക്കുന്നത് അവളാണെങ്കിൽ അപ്പൊ തന്നെ കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ ആ കള്ളി നമ്മുടെ ട്രിക്ക് കണ്ടുപിടിക്കും. ഞാനിത് പുഷ്പ പോലെ ഡീൽ ചെയ്യുന്ന നീ കണ്ട. ഹലോ 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 ഹലോ. ഞാൻ ധോനിയുടെ ഫ്രണ്ടാ. അല്ലല്ല, ശില്പയുടെ ഫ്രണ്ടാ. പേര് മാധവി. അല്ലല്ല, കുട്ടി, മാധവിക്കുട്ടി. അമ്മയായാലും കുട്ടിയായാലും അവളെ അന്വേഷിച്ച് എന്നെ എന്തിനാ വിളിക്കുന്നേ? അത് പിന്നെ ശില്പയെ 2-3 ദിവസമായിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലുണ്ടോന്നറിയാൻ വിളിച്ചതാ. അവൾ ഇവിടെ ഇല്ല. ജോലി കിട്ടി വലിയ ഉദ്യോഗസ്ഥയായി ഇവിടെ നിന്ന് പോയി. എവിടെയാ ജോലി? ശില്പയ്ക്ക് എവിടെയാ ജോലി? ഹലോ, കട്ടായി പോയി. കട്ടാക്കിയതാ. അവളുടെ അച്ഛനാ ഫോൺ എടുത്തേ. ആ അങ്കിൾ ഒരു പ്രത്യേക ടൈപ്പാ. അതാ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. എന്തായാലും സമാധാനായി. ശില്പയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ഒപ്പം ഒരു നല്ല വാർത്തയും കേട്ടു. അവൾ ആഗ്രഹിച്ച പോലെ നല്ല ജോലിയായിരിക്കും അവൾക്ക് കിട്ടിയത്. അങ്ങനെ കുറെ ദിവസമായുള്ള നിന്റെ ടെൻഷൻ ഞാൻ ഈസി ആയിട്ട് തീർത്തു തന്നു. ഹിമാളു ചേച്ചി എന്നാ സുമ്മാ വാ. പുഷ്പം പോലെ ഡീലിന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കൈന്നങ്ങ് പോയി. ശില്പ എന്തോ ഇനി ഒക്കെ മാറിപ്പോയി. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ശില്പയുടെ ഫ്രണ്ട് ധോനിയുടെ ഫ്രണ്ട് ആയാലും എന്താ കുഴപ്പം? കൂടുതൽ ഉരുളല്ലേ. ഒരു മാധവിക്കുട്ടി. ജെൻസിക്ക് പറ്റിയ ഒരു പേര് പോലും നാവി വരാത്തൊരു സാധനം. എടി, മാധവിക്കുട്ടി എന്ന് പറയുന്നതേ ഏത് ജെൻസിയുടെയും ജെൻ ആൽഫയുടെ ഒക്കെ സ്റ്റാർ എഴുത്തുകാരിയാ. ആ പേര് എന്നും ടോപ്പായിട്ട് തന്നെ നിൽക്കും. അല്ലേലും ബ്രിഡ്ജ് കടക്കോളം മാളു ചേച്ചി വേണമായിരുന്നു. കടന്നു കഴിഞ്ഞപ്പോ മാളു ചേച്ചി ഔട്ട്. ഇനി എന്തെങ്കിലും ആവശ്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. ഇപ്പോഴേ മാധവിക്കുട്ടി ചെന്ന് ഉറങ്ങിയാട്ടെ. ആര്യനും ചൈത്രയും പറയുന്നൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്കിളിനോട് നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുത്ത തെറ്റ് തന്നെയാണ്. രണ്ടാൾക്കും ആവശ്യത്തിനുള്ളത് അങ്കിള് തരുന്നുണ്ടല്ലോ. എന്നിട്ട് അങ്കിളിന് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നതോ വെറുപ്പും വിദ്വേഷവും മാത്രമാണ്. ഡാഡി പറയുന്നത് മാത്രം കേട്ട് മിഥുനേട്ടൻ എന്നെ കുറ്റപ്പെടുത്തണ്ട. എന്റെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാലേ എന്റെ സൈഡ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അല്ല, എനിക്കറിയാൻ വയ്യാത്തതേ മിഥുനേട്ടൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടണേന്നാ. ഇത് ഡാഡിയും മക്കളും തമ്മിലുള്ള വിഷയ. മിഥുനേട്ടന്റെ പണി നോക്ക്. ഭയ്യ പറഞ്ഞതുകൊണ്ടാ മിഥുൻ ബേട്ട ഇടപെട്ടത്. ചൈത്ര ബേട്ടിയുടെ പതിയാവേണ്ടവനല്ലേ മിഥുൻ ബേട്ട. അതുകൊണ്ട് ഇടപെടാൻ ഇവന് അവകാശമുണ്ട്. അല്ലേ ഭയ്യ? നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഞാൻ മിഥുനോട് ആവശ്യപ്പെട്ടതല്ല. അവൻ സ്വന്തം നിലയ്ക്ക് മുൻകൈ എടുത്തതാ. ഞാൻ അവനെ തടഞ്ഞതാ. കതിരിൽ വളം വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങള് കതിരായെന്ന് ഡാഡി ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, അത് മതി. ഇനിയെങ്കിലും ഞങ്ങളുടെ സ്വത്തുകൾ ഞങ്ങൾക്ക് വീതം വെച്ച് താ. ഞങ്ങളത് നന്നാക്കുകയോ നശിപ്പിക്കുകയോ എന്ത് വേണേലും ചെയ്തോളാം. എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഡാഡിയുടെ നിയന്ത്രണത്തില് ഓഫീസിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. പാർട്ടീഷൻ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോവാൻ ഞങ്ങളെ അനുവദിക്കണം. അയ്യോ, ആരും എങ്ങോട്ട് പോവരുത്. ഈ ഭയ്യയുടെ ചോട്ടി ബഹനായി ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഇപ്പോഴും എന്റെ പതിയും മിഥുൻ ബേട്ടയുമായിട്ട്
ഈ വീട്ടിൽ തന്നെ കഴിയുന്നത്. നിങ്ങൾ ഏട്ടന്റെ ചോട്ടാലടുക്ക ചോട്ടിലടുക്കയായി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. എന്റെ ഡാഡിയുടെ മുമ്പിൽ വെച്ചേ ആന്റി കൂടുതൽ ഡ്രാമയൊന്നും കളിക്കണ്ട. ഡാഡി ഒന്ന് അങ്ങോട്ട് മാറിയ ആന്റി എന്നെ ഉപദേശിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അടിച്ചു മാറ്റുമ്പോ മാക്സിമം അടിച്ചു മാറ്റണം എന്നല്ലേ? ഹരേ ഭഗവാൻ. ആന്റിക്കും അങ്കിളിനും കൂടെ ഡാഡി ഇട്ട് തന്ന ബിസിനസ്സുകൾ മുഴുവൻ നിങ്ങൾ തന്നെ നശിപ്പിച്ചില്ലേ? എന്നിട്ട് ഞങ്ങളെ വളർത്താനാണെന്ന ഭാവത്തിൽ ആന്റിയും ഫാമിലിയും കൂടെ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ഡാഡിയുടെ സ്വത്തിൽ തന്നെ കണ്ണുവെച്ചോണ്ടല്ലേ? അയ്യോ, ഞാനിതൊക്കെ കേക്കേണ്ടി വന്നല്ലോ. ചാവേണ്ടവരൊക്കെ എവിടെങ്കിലും പോയി ചാവും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വീട്ടിൽ തന്നെ തമ്മിത്തല്ലി കഴിയണോ പിരിയണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കേ.